ബിജെപിയിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രനും ബിജെപിയിൽ ചേരുന്ന മറ്റ് പ്രവർത്തകർക്കും നാളെ മൂന്നാറിൽ ബിജെപി സ്വീകരണമൊരുക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി ദേവികുളം മണ്ഡലത്തിൽ തങ്ങളുടെ കരുത്ത് കാട്ടാമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വം. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടായിരുന്നു ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് ബിജെപിയിൽ അംഗത്വമെടുത്തത്. രാജേന്ദ്രനൊപ്പം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗുരുനാഥനും ബിജെപിയിൽ ചേർന്നിരുന്നു. ജില്ലയിലെ ആകെ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ തങ്ങൾക്ക് ക്രമാനുഗതമായ വളർച്ചയുണ്ടെന്ന് ബിജെപി കരുതുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ദേവികുളം. എസ് രാജേന്ദ്രനെ പോലെ ഒരു മുൻ എംഎൽഎ ബിജെപിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് മണ്ഡലത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബിജെപി നേതൃത്വം കണക്ക് കൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് എസ് രാജേന്ദ്രനും ഗുരുനാഥനും അടക്കം ബിജെപിക്കൊപ്പം ചേർന്നവർക്ക് നാളെ മൂന്നാറിൽ സ്വീകരണം ഒരുക്കുന്നത്. പഴയ മൂന്നാറിലാണ് സമ്മേളനം നടക്കുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബിജെപി തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയടക്കം നിരവധി നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാർ ടൗണിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് പ്രകടനം നടക്കും. ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി ദേവികുളം മണ്ഡലത്തിൽ തങ്ങളുടെ കരുത്ത് കാട്ടാമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വം. രാജേന്ദ്രൻ CPM ബന്ധം ഉപേക്ഷിച്ച ശേഷം യമമണി അടക്കമുള്ള മുതിർന്ന CPM നേതാക്കൾ രാജേന്ദ്രനെ പ്രസ്താവനകളിലൂടെ കടന്നാക്രമിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള പൊതുവേദിയായി കൂടിയാണ് സ്വീകരണ സമ്മേളനത്തെ എസ് രാജേന്ദ്രനും ബിജെപിയും നോക്കിക്കാണുന്നത്. സ്വീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരുക്കങ്ങളാണ് മൂന്നാറിൽ ബിജെപി നേതൃത്വം നടത്തിയിട്ടുള്ളത്. താഴെത്തട്ടിൽ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ച് തോട്ടം മേഖലയിലും ആദിവാസി ഇടങ്ങളിലും തങ്ങളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, അടിമാലി.